ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പരീക്ഷകൾ അടുത്തു വരികയല്ലേ? പരീക്ഷ അല്ലേ? അടുത്ത ദിവസങ്ങളിലാണ് പരീക്ഷ. എന്നാ നിങ്ങൾക്ക് പരീക്ഷ? അടുത്ത ഈ ആഴ്ചകളിൽ തന്നെ പരീക്ഷ ആരംഭിക്കുന്നു. മാർച്ച് 3 മുതൽ പരീക്ഷ ആരംഭിക്കുന്നു. അങ്ങനെ ഈ ദിവസങ്ങളെല്ലാം പരീക്ഷയുടെ മാസങ്ങളാണ്. അപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, സങ്കീർത്തനം 111 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നമ്മള് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ആ വാക്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ വായിച്ചു വിടുകയാണോ? അതോ ആ വാക്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് ജ്ഞാനത്തെ നൽകുന്നത്, അറിവ് നൽകുന്നത്, ബുദ്ധി നൽകുന്നതൊക്കെ ആരാണ്? ദൈവമാണ്. അപ്പൊ നമ്മുടെ ഏത് ആവശ്യങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അല്ലേ? പഠിക്കാൻ നമുക്ക് അല്പമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ജ്ഞാനത്തെ നൽകും, ബുദ്ധി നൽകും, വിവേകം നൽകും. അപ്പൊ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും വിവേകത്തിന്റെയും ഒക്കെ ഉറവിടം സർവശക്തനായ ദൈവമാണ്. അപ്പൊ ദൈവത്തോട് കൂടുതലായി പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ ഓരോ ദിവസങ്ങളിലും ദൈവത്തോടുള്ള ആഴമായ ബന്ധങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധയോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ഇവിടെ ഒരു ചിന്ത ഇങ്ങനെ പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് ഉപയോഗിക്കും തോറും കുറഞ്ഞു പോകാത്തൊരു വസ്തുവാണ്. മനസ്സിലായോ? നമ്മൾ എത്ര അത് ഉപയോഗിച്ചാലും അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, കുറഞ്ഞു പോകത്തില്ല. അല്ലാതെ എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? ഇവിടെ വർദ്ധിക്കും, കൂടുതൽ വർദ്ധിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സാധനം ഒരു പാത്രത്തിൽ നിന്ന് നാം എടുക്കുകയാണെങ്കിൽ ആ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒരു വസ്തു. പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് ഉപയോഗിക്കും തോറും എന്ത് ചെയ്യുന്നതാണ്? വർദ്ധിച്ചു വരുന്നതാണ്. അപ്പൊ കൂടുതൽ വർദ്ധിച്ചു വരുന്നതാണ്. അപ്പൊ ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയോടും ദൈവത്തോടുള്ള ഭക്തിയോടൊക്കെ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മൾ ദൈവ കുഞ്ഞുങ്ങളായതുകൊണ്ട് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അപ്പോ ദൈവം നമുക്കതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം സാധിപ്പിച്ചു തരും. അങ്ങനെ നിർന്നുകൊണ്ട് ഇപ്പൊ പരീക്ഷ നമുക്ക് അടുത്തു വരികയാണ്. പരീക്ഷയെ നേരിടുമ്പോൾ പേടിയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കെല്ലാം പേടിയുണ്ടല്ലേ? നമുക്കെല്ലാം സ്വാഭാവികമാണ്. ടെൻഷൻ ഉണ്ടാകും. ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടും. എന്നാൽ ആ പരീക്ഷയെ നേരിടുമ്പോൾ എങ്ങനെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഭയമില്ലാതെ ഒക്കെ നമുക്ക് എങ്ങനെ പരീക്ഷയെ എഴുതാം, അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് പരീക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തോൽവിക്ക് വേണ്ടിയല്ല. പരീക്ഷ ജയമേറ്റെടുക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയാണ്. ജയിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല മാർഗമായിട്ടാണ് പരീക്ഷയെ കാണേണ്ടത്. ഒരിക്കലും നമ്മൾ തോറ്റുപോകുമെന്നുള്ള, തോൽപ്പിക്കാൻ വേണ്ടിയോ തോൽക്കാൻ വേണ്ടിയോ ഉള്ള ഒരു സംഭവമേ അല്ല എന്തെന്ന് പറയുന്നത് പരീക്ഷ എന്ന് പറയുന്നത്. പരീക്ഷ എന്തിനുള്ള മാർഗമാണ്? ജയിക്കാനുള്ള മാർഗമാണ്. അപ്പോൾ 1ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി 2ാം സ്റ്റാൻഡേർഡിലേക്ക് ആ 2ാം സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെങ്കിൽ ഒരു പരീക്ഷ എഴുതണം, അല്ലേ? ആ പരീക്ഷയിലൂടെ തോൽക്കുകയല്ല, ജയിച്ച് എന്ത് ചെയ്യാണ്? 2ാം സ്റ്റാൻഡേർഡിലേക്ക് കയറുകയാണ്. അങ്ങനെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടുത്ത 3ാം ക്ലാസ്സിലേക്ക്. അപ്പൊ ജയിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു മാർഗമാണ് പരീക്ഷ. അപ്പൊ പരീക്ഷയെ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ ജയിപ്പിക്കാനുള്ള മാർഗമാണ്. മനസ്സിലായോ? അപ്പൊ പരീക്ഷ എന്ന് പറയുന്നത് എന്താണ്? ജയിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. അപ്പൊ പരീക്ഷയെ നമ്മൾ ഭയക്കേണ്ട, പരീക്ഷയെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, പരീക്ഷയെക്കുറിച്ച് പേടിക്കേണ്ട. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ജയിക്കാനുള്ള ഒരു മാർഗമായിട്ട് അതിനെ കണ്ട് പരീക്ഷ എഴുതാനും പരീക്ഷയെ നേരിടാനും ഒക്കെ
ഇടയാകട്ടെ. അങ്ങനെ പരീക്ഷ ഒത്തിരി പഠിക്കുന്നതിലോ അല്ലെങ്കിൽ അറിവ് കൂടുതൽ സമ്പാദിക്കുന്നതിലോ ഒന്നുമല്ല പരീക്ഷയുടെ വിജയം എന്ന് പറയുന്നത്. അതിനകത്തല്ല ഒത്തിരി പഠിച്ചത് കൊണ്ടോ ഒത്തിരി അറിവ് സമ്പാദിച്ചത് കൊണ്ടോ ഒന്നുമല്ല പരീക്ഷയുടെ വിജയം എന്ന് പറയുന്നത്. എപ്രകാരം നാം പരീക്ഷ എഴുതുന്നു, മനസ്സിലായോ? അപ്പൊ എങ്ങനെ ഞാൻ പരീക്ഷ എഴുതുന്നു, എങ്ങനെയാണ് ഞാൻ ആ പരീക്ഷയെ നേരിട്ട് ആ പരീക്ഷകളിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്, അതിനെ ആശ്രയിച്ചാണ് കൂടുതൽ മാർക്ക് ലഭിക്കുന്നത്, അല്ലേ? അപ്പൊ അതിനെ ആശ്രയിച്ചാണ് കൂടുതൽ വിജയം ഉണ്ടാവുന്നത്. അപ്പൊ ഒത്തിരി കുറെ ഭാഗങ്ങൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറെ അറിവുകളൊക്കെ സമ്പാദിച്ചിട്ടോ ഒന്നുമല്ല പരീക്ഷയ്ക്ക് നല്ല വിജയം ലഭിക്കുന്നത്. മറിച്ച് എപ്രകാരമാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്, എപ്രകാരമാണ് ഞാൻ പരീക്ഷയെ നേരിട്ട് ആ പരീക്ഷകൾ ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെയാണ് ഞാൻ പേപ്പറിൽ പ്രസന്റ് ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും എന്ത് മാർക്ക് കിട്ടുന്നത്, കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അപ്പൊ അതൊരു ഉന്നത വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പരീക്ഷയ്ക്ക് മുൻപും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പരീക്ഷ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ. പരീക്ഷ എഴുതുന്ന സമയത്തും ആ പരീക്ഷാ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം എന്ത് ചെയ്യും, നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി അടുത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പരീക്ഷ ഏറ്റവും നല്ല ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. വന്ന് പറയണം, ഞങ്ങൾ നല്ലതായിട്ട് പരീക്ഷ എഴുതി, ഈ ക്ലാസ് ഞങ്ങൾക്ക് വളരെ പ്രചോദനമായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോ ഇനി ഇത് ചിന്തിക്കുക. അപ്പം ഈ പരീക്ഷയ്ക്ക് മുൻപും പരീക്ഷാ സമയത്തും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാം, നന്നായി നമുക്ക് പരീക്ഷയെ നേരിടാം, നന്നായി നമുക്ക് പരീക്ഷ എഴുതാം, നല്ല റിസൾട്ടും നല്ല മാർക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേടാൻ പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് പരീക്ഷ ആസ്വദിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? പരീക്ഷയെ നേരിടുമ്പോൾ പരീക്ഷ വരുന്ന സമയത്ത് പരീക്ഷയെ ആസ്വദിച്ചിട്ടുണ്ടോ? നാളെ എനിക്ക് പരീക്ഷയാണ് എന്ന് പറഞ്ഞ് സന്തോഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ? പരീക്ഷയെ ആസ്വദിച്ചിട്ടുണ്ടോ? ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ പരീക്ഷയാണ്, ആ പരീക്ഷ എനിക്ക് ആസ്വാദനമാണ്, അല്ലെങ്കിൽ ആസ്വദിച്ച് ഞാൻ പരീക്ഷ എഴുതുന്നു. ആസ്വദിച്ച് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ഏത് പരീക്ഷ എഴുതി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ട് നിങ്ങൾ എഴുതുന്ന പരീക്ഷയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ആസ്വദിക്കുന്നത്. അല്ല, പ്രയാസമുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആസ്വാദനം ഉണ്ടായിട്ടുണ്ടോ, സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും, പേടിക്കും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് പരീക്ഷയെ നിങ്ങൾ ആസ്വദിക്കുക. എല്ലാ സബ്ജക്റ്റിനെയും എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്റ്റിനെയും ഇഷ്ടപ്പെടണം. അങ്ങനെയെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് പ്രയാസമുള്ള സബ്ജക്റ്റ് അതിന്റെ പരീക്ഷ വരുമ്പോൾ അതിനകത്ത് നിങ്ങൾ പേടിക്കും. ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നല്ലതായിട്ട് എഴുതും, നല്ലൊരു അന്നത്തെ. എങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പരീക്ഷയെ എന്ത് ചെയ്യണം, നമ്മൾ ആസ്വദിക്കണം. പരീക്ഷ എന്ത് ചെയ്യണേ? ഉറക്കെ പറഞ്ഞേ, എല്ലാരും ഉറക്കെ പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. പരീക്ഷയെ എന്ത് ചെയ്യണം, ആസ്വദിക്കണം. പരീക്ഷാ സമയത്ത് പരീക്ഷ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നല്ലൊരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, മനസ്സിനുണ്ടാകണം. അപ്പൊ പരീക്ഷയെ നിങ്ങൾ ആസ്വദിക്കുക. പരീക്ഷ നിങ്ങളെ തോൽപ്പിക്കാനല്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങളെ തോൽപ്പിക്കുന്ന ഒരു മാർഗമല്ല, ഒരു സംഗതിയല്ല. പരീക്ഷ എന്ന് പറയുന്നത് ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആണെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനെക്കുറിച്ചോ അപ്പൊ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ടീച്ചർമാർ ഇടുന്നതാണെന്ന് ചിന്തിക്കരുത്, സാറുമാർ ഇടുന്നതാണെന്ന് ചിന്തിക്കരുത്. അന്നേരം അതിനകത്ത് എങ്ങനെ തിരിച്ചറിയണം, അതിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്, ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് പരീക്ഷ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആസ്വാദനം നമ്മൾക്കുണ്ട്, അങ്ങനെ ഒരു സന്തോഷം. പരീക്ഷയെക്കുറിച്ച് അങ്ങനെ നാം സന്തോഷിക്കണം. എങ്ങനെ സന്തോഷിക്കണം? പരീക്ഷ എന്നെ തോൽപ്പിക്കാനല്ല,
എന്നെ ജയിപ്പിക്കാനാണ്. പരീക്ഷ നേരിടുമ്പോൾ, പരീക്ഷ എഴുതുമ്പോൾ, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒന്നാമതായി ഇപ്പൊ 28-ാം തീയതിയാണ് നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്നത്. മാർച്ച് 3-ാം തീയതി തുടങ്ങുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ മാർച്ച് മാസങ്ങളിൽ പരീക്ഷ പല പല ഡേറ്റുകളിലായിട്ട് പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ ചിന്തിക്കണം, എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ എന്ന് പറയുന്നത് ഒരു ആസ്വദിക്കുക. പരീക്ഷ വരുന്നത് സമയത്ത് തന്നെ ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ ആസ്വദിക്കുക. പരീക്ഷ ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാനല്ല, നിങ്ങളെ ജയിപ്പിക്കാനാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ പരീക്ഷ എഴുതും, പരീക്ഷയ്ക്ക് ഞാൻ നല്ല റിസൾട്ട് നേടും, നല്ല മാർക്ക് വാങ്ങിക്കും, ഞാൻ ജയിക്കും, ഞാൻ 1-ാം ക്ലാസ്സിൽ തന്നെ തോറ്റ് കിടക്കുകയില്ല, 2-ാം ക്ലാസ്സിൽ തോൽക്കത്തില്ല, 10-ൽ തോൽക്കത്തില്ല, +2-നോ +1-നോ ഒന്നും തോൽക്കത്തില്ല, അടുത്ത ഉപരിപഠനങ്ങൾ ചെയ്യുന്നവർ ആ സമയങ്ങളിൽ ഞാൻ തോൽക്കത്തില്ല, അപ്പോൾ എല്ലാ പരീക്ഷകളിലും ഞാൻ ജയിക്കും. അങ്ങനെ ഒരു ആത്മവിശ്വാസം, ഞാൻ പരീക്ഷയെ നന്നായി നേരിടും, പരീക്ഷ നല്ലതായി എഴുതും, ഞാൻ നല്ലതായി ഇരുന്ന് പഠിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് നമ്മളോട് തന്നെ എന്ത് ചെയ്യണം? എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ തന്നെ ഉണ്ടാകണം. മനസ്സിലായോ? അപ്പൊ എനിക്ക് കഴിയും. നമുക്കിവിടെ കഴിയാത്തതൊന്നും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് പ്രാരംഭമായിട്ട് നമ്മൾ വചനത്തിലൂടെ നമ്മൾ വായിച്ച യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം, അല്ലേ? അപ്പൊ ദൈവസന്നിധിയിൽ നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെല്ലാം നമുക്ക് കഴിവ് തരും. അപ്പൊ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കും തോറും ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ആത്മവിശ്വാസം കൈവരിക്കാൻ പറ്റും. അപ്പോ ഒന്നാമത്തെ കാര്യം എന്താണ്? പരീക്ഷയ്ക്ക് മുൻപ് എന്താണ് നാം ചെയ്യേണ്ടത്? പരീക്ഷയെ ആസ്വദിക്കുക. എന്താണ്? പരീക്ഷയെ ആസ്വദിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? ആത്മവിശ്വാസമാണ് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ആത്മവിശ്വാസ കുറവ് മൂലം അറിയാവുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ പലപ്പോഴും കഴിയത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അറിയാവുന്ന ഉത്തരങ്ങൾ പോലും, ആൻസറുകൾ പോലും പേപ്പറിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ആത്മവിശ്വാസ കുറവ് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അറിയാവുന്ന ആൻസർ പോലും എന്ത് ചെയ്യാം? മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് മുതൽ അതിനെല്ലാം എന്ത് ചെയ്യാണ്? ഒരു മാറ്റം വരികയാണ്. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഇപ്പോൾ മൂന്നാമതായിട്ട്, അധികം നിങ്ങൾ എന്ത് ചെയ്ത് ടെൻഷൻ അടിക്കരുത്. അധികം എന്ത് ചെയ്ത് ടെൻഷൻ ആവശ്യമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്ത് ടെൻഷൻ അടിക്കരുത്. അതെന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനെ തകിടം മറിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിനെ വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകും, വല്ലാത്ത ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ ഒന്ന്, പരീക്ഷയെ നിങ്ങൾ ആസ്വദിക്കുക. രണ്ടെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആത്മവിശ്വാസ കുറവ് മൂലം എന്ത് സംഭവിക്കും? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും പേപ്പറുകളിൽ പ്രസന്റ് ചെയ്യാൻ കഴിയാതെ വരും. മൂന്നാമത് എന്ത് ചെയ്യുക? അധികം നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഈ ആത്മവിശ്വാസ കുറവും പരീക്ഷയെ പേടിയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ടെൻഷൻ ഉണ്ടാകുന്നത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അനുഭവമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലേ? അതെങ്ങനെയാണെന്ന് സംഭവിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അതെന്ത് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യും? തകിടം മറിക്കും. ശരിയായിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ചില കൂട്ടുകാരൊക്കെ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ തന്നെ അവർക്ക് ആ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ തന്നെ മറ്റു ചില കൂട്ടുകാരൊക്കെ വന്ന് അറിയാത്ത ചില ക്വസ്റ്റ്യനും കൊണ്ടുവരും. അറിയാത്ത ചില ക്വസ്റ്റ്യനൊക്കെ കൊണ്ടുവന്ന് അവരോട് ചോദിക്കും. അതുകൂടെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഉള്ള ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടും. ഇത് നിനക്ക് അറിയാമോടി, എടാ ഇത് നിനക്ക് അറിയാമോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോ ഇപ്പൊ ഇവളിത് അല്ലെങ്കിൽ ഇവൻ ഇത് നോക്കുമ്പോ അയ്യോ ഇതെനിക്ക് അറിയത്തില്ല, അപ്പൊ ഉള്ളത് കൂടി പഠിച്ചത് കൂടി എന്ത് ചെയ്യും? മറക്കും. അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെ ഒന്നും അതിനെല്ലാം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ തന്നെ ചെറിയ ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ചെറിയ ടെൻഷൻ വരും. ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാണ്? ഒഴിവാക്കണം.
മനസ്സിലായോ? അപ്പോൾ ആത്മവിശ്വാസക്കുറവ് മൂലം അല്ലെങ്കിൽ പരീക്ഷ അധികം ടെൻഷൻ അടിക്കുന്നത് മൂലം, പരീക്ഷയെ പേടിക്കുന്നത് മൂലം ഒക്കെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും എഴുതുവാൻ നമുക്ക് കഴിയാതെ വരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് മുൻപ് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പരീക്ഷയ്ക്ക് മുൻപ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പരീക്ഷകന്റെ പ്രിയപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതായത് പരീക്ഷ ഇടുന്ന ആ സാറുമാരുണ്ടല്ലോ, അവർക്ക് പ്രിയപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ? പഴയ ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യണം. പഴയ ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് നോക്കണം. അപ്പോൾ തുടർമാനം വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഇവർക്ക് ഈ പരീക്ഷകന്റെ പ്രിയപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. എല്ലാ സമയങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ വരും, പരീക്ഷകളിൽ വരും അല്ലേ. അപ്പോൾ തുടർമാനമായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പരീക്ഷകന്റെ പ്രിയപ്പെട്ട ചോദ്യം അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് ചെയ്യണം. ഇപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യണം. കൂട്ടുകാരോടൊക്കെ ചോദിച്ച്, ഇപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കണം. 7ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ച കൂട്ടുകാരോട് ചോദിക്കണം, ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കയ്യിലുണ്ടോ? അപ്പോൾ അതൊക്കെ ആദ്യം മുതൽ എന്ത് ചെയ്യണം? അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങണം. അതൊക്കെ വെക്കണം. പരീക്ഷ വരുന്നതിന് മുൻപേ അതെല്ലാം ശേഖരിച്ചിട്ട് നോക്കണം. ഓരോ ക്വസ്റ്റ്യനും എല്ലാം നോക്കി ഓരോ സമയങ്ങളിൽ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നിങ്ങൾ നോക്കണം. ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് വന്നിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ പരീക്ഷയെ എന്ത് ചെയ്യും? സഹായിക്കും അല്ലേ. ഇനിയും പരീക്ഷ എഴുതുന്നവർക്ക് ആ 7ാം ക്ലാസ്സിൽ തുടർമാനം ചോദിച്ച ക്വസ്റ്റ്യൻ അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പഠിക്കാൻ കഴിയത്തില്ലേ? പരീക്ഷകന്റെ പ്രിയപ്പെട്ട ചോദ്യങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറുകൾ നേരത്തെ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് നോക്കണം ഏത് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടർമാനം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ എല്ലാ ചോദ്യകർത്താക്കന്മാർക്കും ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ചില മേഖലകളും ചോദ്യങ്ങളും ഉണ്ടാകും. പഴയ ചോദ്യ പേപ്പറുകളൊക്കെ നോക്കി അവ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പരീക്ഷയെ നിങ്ങൾക്ക് ആസ്വദിക്കുക. പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ആസ്വദിക്കുക. രണ്ടത് ആത്മവിശ്വാസം ഏറ്റവും പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, അധികം നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നാലാമത്തെ കാര്യം, പരീക്ഷ ഇടുന്ന സാറുമാർക്ക് ഏറ്റവും പ്രിയമുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ, അവർക്ക് പ്രിയമുണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യനുകൾ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ആരോഗ്യം നിങ്ങൾക്ക് ആവശ്യമാണ്. മനസ്സിലായോ? നല്ല ആരോഗ്യം നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ നല്ല ഭക്ഷണം, ആവശ്യത്തിന് ഉറക്കമൊക്കെ നിങ്ങൾക്ക് വേണം. പരീക്ഷ എഴുതുന്ന ആ സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലതായിട്ട് ഭക്ഷണം, നല്ല ഉറക്കമൊക്കെ, ഉറക്കളച്ച് പഠിക്കുക. ആ സമയത്തിരുന്ന് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന, തക്ക സമയത്ത് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നിങ്ങൾ ചിലരും അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആകുക, നേരത്തെ തന്നെ പഠിക്കുക, ആവശ്യത്തിന് എന്ത് ചെയ്യുക? നിങ്ങൾ ഭക്ഷണം കഴിക്കുക, നല്ലതായി ഉറങ്ങുക, ടെൻഷൻ. അപ്പൊ ഇതെല്ലാം ടെൻഷനുകളെല്ലാം ഒഴിവാക്കുന്നതാണ്. ആത്മവിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നല്ല ആരോഗ്യം നമുക്ക് ആവശ്യമാണ്. നല്ല ഭക്ഷണം, ആവശ്യത്തിന് ഉറക്കമൊക്കെ നമുക്ക് വേണം. പരീക്ഷ നാളുകളാകുമ്പോൾ ഇവ രണ്ടും എന്ത് ചെയ്യണം? നന്നായിട്ട് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പം ചില കുഞ്ഞുങ്ങളുണ്ട്, ഇവർക്ക് ടെൻഷൻ കയറിയിട്ട് കഴിക്കാനും പറ്റത്തില്ല, ഉറങ്ങാനും പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ വരാറുണ്ട് അല്ലേ. എനിക്ക് ഉറക്കമില്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടുകാരൊക്കെ ഉണ്ടോ നിങ്ങളോട് കൂടെ? എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പേടിയും ടെൻഷനും ആത്മവിശ്വാസക്കുറവും പരീക്ഷയെ പേടിയും അങ്ങനെ ആ സന്തോഷമില്ലാത്ത നാളുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുമ്പോൾ അത് ഏറ്റവും നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ആരോഗ്യം. ഇവ രണ്ടും ശ്രദ്ധിക്കണം. നല്ല ആരോഗ്യം വേണം, നല്ല ഭക്ഷണം വേണം. ഇവിടെ പറയുന്നതാണ് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യത്തിനകത്ത് മത്തിയും അയിലയൊക്കെ ഏറ്റവും പ്രധാനം. അതൊക്കെ നമുക്ക് ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്ന ചില പഠനങ്ങളുണ്ടെന്നാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങളാണ് മത്തി, അയില. ഇതൊക്കെ ഭക്ഷണത്തിനകത്ത് കൂടുതൽ ഉണ്ടാകും തോറും, കൂടുതൽ ഉൾപ്പെടുത്തും തോറും എന്ത് ചെയ്യും? ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതെന്നാണ് ചില പഠനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത്
നല്ല അവതരണം പ്രധാനമാണ്. നല്ല അവതരണം പ്രധാനം എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ നന്നായി അല്ലെങ്കിൽ ഭംഗിയായി അവതരിപ്പിക്കുക, കൈയക്ഷരം നന്നാക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പേപ്പറിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടില്ലേ? നന്നായി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. നന്നായി എന്ത് ചെയ്യണം? അവതരണം ഏറ്റവും പ്രധാനമാണ്. ചുമ്മാ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോയിരുന്ന് എല്ലാം വാരി വലിച്ച് എഴുതി അടുക്കും ചിട്ടയൊന്നും ഇല്ലാതെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. അതിനെന്ത് ചെയ്യണം? നന്നായിട്ട് എഴുതാം. നല്ല കൈയക്ഷരത്തിൽ എഴുതണം. വെട്ടിയും തെറ്റിട്ടും വരച്ചും ഒരു ഓർഡറൊക്കെ ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. നമുക്ക് നന്നായിട്ട് അതിനെ അവതരിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നന്നായിട്ട് ഒരു ഓർഡർ അനുസരിച്ച് ടെൻഷൻ അടിക്കാതെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? നന്നായി പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല കൈയക്ഷരത്തോടു കൂടി ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ ഉത്തരം എന്ത് ചെയ്യണം? ഏറ്റവും നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നെന്ന് നമ്പർ ഇട്ട് അല്ലെങ്കിൽ എഴുതുന്ന ആൻസറുകൾ നന്നായിട്ട് എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലർക്ക് സംഭവിക്കത്തില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യും? തെറ്റിപ്പോവും. ഒന്നാമത്തത് തന്നെ തെറ്റിപ്പോവും. അത് കാണുമ്പോൾ തന്നെ ടീച്ചർക്ക് മനസ്സിലായി ഇനി താഴോട്ടെല്ലാം അല്ലേ? അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഒന്നാമത്തെ ആൻസർ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം. രണ്ടാമത്തെ എനിക്കറിയാം. അപ്പോൾ 2 നമ്പർ ഇട്ടിട്ട് ആ രണ്ടാമത്തെ ആൻസർ എഴുതി വെക്കണം അല്ലേ? ഒന്നാമത്തത് തന്നെ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് തന്നെ എന്ത് ചെയ്യണം? നല്ലതായിട്ട് എഴുതാൻ പറ്റണം. കേട്ടോ അമ്മലേ? ഒന്നാമത്തെ കാര്യം തന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് എഴുതാൻ പറ്റണം. അപ്പോൾ അവതരണം ഏറ്റവും പ്രധാനമാണ്. ഞാനിവിടെ പറയാം. കൈയക്ഷരം നിങ്ങൾ നന്നായിട്ട് എഴുതണം. കൈയക്ഷരം നന്നാക്കി എഴുതണം. നന്നായിട്ട് നല്ല കൈയക്ഷരത്തിൽ എഴുതണം. ആദ്യത്തെ ഉത്തരം ഏറ്റവും നല്ലതാക്കാൻ ശ്രമിക്കണം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ശീർഷകങ്ങൾ തുടങ്ങിയൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അടിവര ഇടേണ്ടത് അടിവര ഇടണം. അപ്പൊ അതൊക്കെ ഏറ്റവും കറക്റ്റായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ഓർഡർ അനുസരിച്ച് അതിന്റെ വൃത്തിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതണം. എന്നിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. ഭാഗികമായെങ്കിലും എന്ത് ചെയ്യണം? ഉത്തരം എഴുതാതെ ഒരു ചോദ്യവും വിട്ടുകളയരുത്. എനിക്ക് മൂന്നാമത്തെ ആൻസർ അറിയത്തില്ലെന്ന് പറഞ്ഞ് മൂന്നാമത്തെ എഴുതാതിരിക്കരുത്. ഭാഗികമായെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അത് എഴുതാൻ കിട്ടും. അല്ലെങ്കിൽ അറിയാവുന്ന ആൻസറുകളെല്ലാം ആദ്യം എഴുതി വെച്ചിട്ട് അവസാന സമയങ്ങളിൽ അല്പസമയം കണ്ടെത്തിയിട്ട് അവസാന സമയം അതെല്ലാം നോട്ട് ചെയ്യണം. നിങ്ങൾ വായിച്ചിട്ടുള്ളതാ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. അപ്പോൾ ഓർത്ത് ഭാഗികമായെങ്കിലും കുറച്ച് ഏതെങ്കിലും ഒരു 1-2 പോയിന്റെങ്കിലും എഴുതി വെക്കാൻ, ഒരു 2 ലൈനെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കണം. മനസ്സിലായി? ഒറ്റ ആൻസർ പോലും, ഒറ്റ ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യണം? നിങ്ങൾ വിട്ടുകളയരുത്. അതെല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. ഭാഗികമായെങ്കിലും ഉത്തരം എഴുതാതെ ഒരു ചോദ്യവും വിട്ടുകളയരുത്. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, സമയം, മാർക്കിന്റെ അളവ്, അല്ലെങ്കിൽ എത്ര മാർക്കിന്റെ ആൻസർ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 20 മാർക്കിന്റെ, 10 മാർക്കിന്റെ, 15 മാർക്കിന്റെ, 5 മാർക്കിന്റെ, 1 വേർഡ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 1 മാർക്കിന്റെ ഉണ്ടായിരിക്കും, 1/2 മാർക്കിന്റെ വരും, 2 മാർക്കിന്റെ ഒക്കെ വരും അല്ലേ? അപ്പൊ അതൊക്കെ അതിനനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. ഇപ്പൊ 15 മാർക്കിന്റെ ആൻസർ 2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോ? അതിന് ഇല്ല. അപ്പോൾ 5 മാർക്കിന്റെ ആൻസർ 15 മാർക്കിൻ്റെതായിട്ടുള്ള ആൻസറിൽ എഴുതി വെച്ചാൽ ശരിയാകുമോ? ടീച്ചർമാർ വെട്ടിയിട്ട് പോകത്തേ ഉള്ളൂ. 1 മാർക്ക് പോലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആ മാർക്കിന്റെയും അതിന്റെ സമയത്തിന്റെ ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കണം. എല്ലാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവും ഒറ്റവാക്കും ഈ ഭാഗങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങൾ വെറുതെ സമയം കളയരുതോ. ഒറ്റവാക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളുണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളുണ്ട്. അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയത്തില്ലെങ്കിൽ പിന്നെ അതിനിരുന്ന് ചിന്തിക്കരുത്. അയ്യോ ഞാൻ വായിച്ചു തരുന്നു, എവിടെയോ വായിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ചിന്തിച്ച് എന്ത് ചെയ്യണം? സമയം നിങ്ങൾ കളയരുത്. അടുത്തതിലേക്ക് പോകണം. അതിനൊരു ലൈൻ വിടുക. അല്ലെങ്കിൽ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തതാണ് അങ്ങനെ ചോദിച്ചെങ്കിൽ അറിയത്തില്ലെങ്കിൽ അടുത്ത 3 നമ്പർ ഇട്ട് എഴുതുക. ലാസ്റ്റ് നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യും?
ഇച്ചിരി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പൊ ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറിയാതെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, സമയം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നിങ്ങളുടെ ടൈം എന്ത് ചെയ്യുക. അപ്പം 15 മാർക്കിന്റെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കാതെ പോകും, അല്ലേ? സാധിക്കാതെ പോകും. അതെല്ലാം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ നല്ലതായിട്ട് പരീക്ഷ എഴുതാൻ പോയാൽ നിങ്ങൾ നല്ല മാർക്ക്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധാപൂർവമുള്ള വായന അടുത്തതായിട്ട് വേണ്ടത്. അപ്പൊ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതുക, ഇതെല്ലാം നിങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുക. അടുത്ത് ശ്രദ്ധാപൂർവമുള്ള വായന എന്ന് പറയുമ്പോൾ ചോദ്യ പേപ്പർ കിട്ടിയാലുടൻ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ചോദ്യ പേപ്പർ കിട്ടിയാലുടൻ എന്താ നിങ്ങൾ ചെയ്യുന്നത്? പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ നിങ്ങൾ ചെയ്യുന്നത്? ചോദ്യ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് ടീച്ചർ പരീക്ഷാ ഹാളിൽ കൊണ്ടുവന്ന് തന്നു. അപ്പൊ പരീക്ഷാ ഹാളിൽ കൊണ്ടുവന്ന് തന്ന ഉടനെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? പരീക്ഷ അതിനുശേഷം എന്താ ചെയ്യുന്നത്? എങ്ങനെ വായിക്കും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യുമോ? മൊത്തം ഒരാവർത്തിയെങ്കിലും പെട്ടെന്ന് ഉള്ള സമയം കൊണ്ട് എന്ത് ചെയ്യണം? ഒരാവർത്തി ആ ക്വസ്റ്റ്യൻ മൊത്തം. അപ്പോ 1 മുതൽ ഇപ്പം 15 വരെ അല്ലെങ്കിൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പുറത്തും ഇപ്പുറവും 2 പേപ്പർ അല്ലേ? ഒരു പേപ്പറാണ്, അപ്പുറവും ഇപ്പുറവും കാണും, അല്ലെങ്കിൽ എക്സ്ട്രാ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണും. ഇതെല്ലാം എന്ത് ചെയ്യണം? ഒരാവർത്തി നിങ്ങൾ പെട്ടെന്ന് വായിക്കണം. പെട്ടെന്ന് ഒരു സ്പീഡപ്പായിട്ട് എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. അപ്പൊ ചിലരെന്ത് ചെയ്യും, ഒരു പേപ്പറിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അടുത്ത പേപ്പർ കാണാതെ പോകും. അടുത്ത 2-3 പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഒന്നാമത് തന്നെ ശ്രദ്ധിക്കണം, എത്ര ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്, ഏതൊക്കെ രീതി, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര മാർക്ക്. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഒന്ന് ഒരാവർത്തി വളരെ സ്പീഡിൽ വായിച്ചു നോക്കണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പരീക്ഷ എഴുതുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും നന്നായി വായിച്ചിട്ട് വേണം എഴുതാൻ. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായ ഇതര സമരങ്ങൾ, അതിനോടനുബന്ധമുണ്ടായ ഇതര സമരങ്ങൾ ഏതാണെന്ന്. അപ്പോൾ ഒരു കുട്ടി എഴുതി വെച്ചു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാത്ത ഒരു കുട്ടി എഴുതി വെച്ചത് എന്താണെന്നറിയാമോ? സ്വാതന്ത്ര്യ സമരത്തെ പറ്റി എഴുതി. അതിന് മാർക്ക് കിട്ടുമോ? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഇതര സമരങ്ങൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നേ, അനന്തര ഫലങ്ങളായിട്ടുണ്ടായ. അപ്പോൾ അത് എഴുതേണ്ട സ്ഥാനത്ത് മറിച്ച് സ്വാതന്ത്ര്യ സമരത്തെ പറ്റി എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം വായിച്ച് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഓരോ ക്ലാസ്സിലെയും ഓരോ പാഠഭാഗത്തെയും ക്വസ്റ്റ്യനും എന്താണ് എഴുതിയിരിക്കുന്നത്, അതെന്താണ് ടീച്ചർമാർ ചോദിച്ചേക്കുന്നത് എല്ലാം എന്ത് ചെയ്യണം? നന്നായിട്ട് മനസ്സിലാക്കണം. പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം. ടീച്ചർമാർ തരുന്ന ക്വസ്റ്റ്യൻ മാത്രം, അല്ലെങ്കിൽ ടീച്ചർമാർ തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല, പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം. അതിൻ്റെ ആ പാഠഭാഗത്തു നിന്നൊക്കെ, പാരഗ്രാഫിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ? അത് എല്ലാ സബ്ജക്റ്റുകളിലും അങ്ങനെ തന്നെ വരും. അല്ലെങ്കിൽ കുറച്ച് ടീച്ചർ തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല, അതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് സ്പീഡപ്പായിട്ട് അത് വായിക്കണം. ഏത് ക്വസ്റ്റ്യൻ ആണ്, നന്നായി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ. ചോദ്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി വേണം എഴുതാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ പരീക്ഷയ്ക്ക് മുൻപുള്ളതും ശ്രദ്ധിക്കണം, പരീക്ഷ എഴുതുന്ന സമയത്തുമുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉത്തരക്കടലാസിലെ രജിസ്ട്രേഷൻ നമ്പർ, അതിന്റെ മാർജിൻ അല്ലേ, അധികം വാങ്ങിയ പേപ്പറുകളുടെ എണ്ണം. ഇപ്പൊ പേജ് നമ്പർ ഒക്കെ ഇട്ട് ഫ്രണ്ട് പേജിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ നമ്പർ എഴുതണം. അതിന്റെ മാർജിൻ നന്നായിട്ട് ഇടണം. മാത്രമല്ല നമ്മൾ പിന്നെ അവസാനം എത്ര പേപ്പറുകൾ, 5 പേപ്പർ പരീക്ഷ എഴുതി, 10 പേപ്പർ എഴുതി, 15 എഴുതി, അങ്ങനെ എത്രത്തോളം പേപ്പറുകളുടെ എണ്ണം ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ 1ാമത്തെ പേജ്, 2ാമത്തെ പേജ്, 3ാമത്തെ പേജ്, അങ്ങനെയൊക്കെ നമ്പർ ഇട്ട് അങ്ങനെ വൃത്തിയായിട്ട് എല്ലാം എന്ത് ചെയ്യണോ? ഈ സമയങ്ങൾ എത്ര സമയം? നമുക്ക് 2 മണിക്കൂറായിരിക്കും പരീക്ഷാ സമയം. 2 മണിക്കൂറല്ലേ? 2 മണിക്കൂർ പരീക്ഷ എഴുതും. ഇതെല്ലാം ഇഷ്ടം പോലെ നിങ്ങൾ പലരും പറയുന്നവരാണ്, എനിക്ക് സമയം കിട്ടിയില്ല. ഇനി അങ്ങനെ പറയരുത്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടിയില്ലെന്ന് പറയരുത്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി ശ്രദ്ധിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നല്ല അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ പരീക്ഷ തലേ ദിവസം തന്നെ ഹാൾ ടിക്കറ്റ്
നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ പരീക്ഷയ്ക്ക് പേന എടുക്കണം, അല്ലേ? എക്സ്ട്രാ പേനയൊക്കെ എടുക്കണം, പെൻസിലുകൾ എടുക്കണം, സ്കെയിൽ എടുക്കണം, എല്ലാ ആവശ്യങ്ങളും ഉള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെക്കണം. വാച്ച് നിങ്ങൾക്ക് അത്യാവശ്യം എന്ത് ചെയ്യണം? കയ്യിൽ കെട്ടിയിരിക്കണം. സമയം നോക്കണം നന്നായി. അത് സമയം നോക്കാൻ പറ്റുന്ന സൂചി ഉള്ള വാച്ച് ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അല്ലാത്ത ഈ പുതിയ ടെക്നിക്കിലൊക്കെ വരുന്നത് നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് സമയത്തെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഉപാധിയുള്ള മാർഗമുള്ള വാച്ചുകളൊക്കെ നിങ്ങൾ എടുക്കണം. അതൊക്കെ നമുക്ക് ഇതിനെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളെ പറ്റിയോ തെറ്റ് വരുത്തിയ അതിനെ പറ്റിയോ ഒന്നും ചിന്തിച്ചെന്തിയരുത്, തല പുണ്ണാക്കരുത്, അല്ലെ? ടെൻഷൻ അടിക്കാൻ പോകരുത്. അറിയാൻ പാടില്ല, എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയത്തില്ല, ഇനി എനിക്ക് എന്നിട്ട് തെറ്റ് ഞാൻ എഴുതി വെച്ചല്ലോ എന്നൊക്കെ ഓർത്ത് പിന്നീട് എന്ത് ചെയ്യരുത്? ടെൻഷൻ അടിക്കരുത്. അറിയുന്നതിലേക്ക് തന്നെ പോകുക. ഉത്തരം നേരത്തെ എഴുതി തീർത്താലും ഹോള് വിട്ടിറങ്ങാൻ സമയം തീർന്നിട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ നേരത്തെ എഴുതിയെന്ന് പറഞ്ഞു ചില കുഞ്ഞുങ്ങളുണ്ട്, ചില കൂട്ടുകാരുണ്ട്, എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? അവർ ഫസ്റ്റിൽ എഴുതി തീർത്തിട്ട് ടീച്ചറിനെ കൊടുത്തിട്ട് സമയത്തിന് മുമ്പേ അങ്ങ് ഓടിപ്പോവുക. സമയത്തിന് 10 മുതൽ 12 വരെയുള്ള പരീക്ഷയ്ക്ക് 2 മണിക്കൂർ എഴുതേണ്ട പരീക്ഷ അവർ 1.5 മണിക്കൂർ കൊണ്ട് 1/2 മണിക്കൂർ പരീക്ഷ പെട്ടെന്ന് എഴുതി തീർത്ത് ഹോള് വിട്ടിറങ്ങുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ സമയം തീർന്നിട്ട് എഴുന്നേറ്റ് പോയാൽ മതി, എത്ര നേരത്തെ എഴുതിയെന്ന് പറഞ്ഞാലും. അപ്പൊ അതൊക്കെ എന്താ, ആ സമയങ്ങൾ കിട്ടുന്ന 15 മിനിറ്റ് നമുക്ക് നമ്മൾ എഴുതിയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ പറ്റും, അല്ലേ? എല്ലാം ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാൻ പറ്റും. ആദ്യം എഴുതിയെന്നും പറഞ്ഞുകൊണ്ട്, എടാ നിന്നെക്കാട്ടിലും ഞാനാടാ മുന്നിൽ പരീക്ഷ എഴുതിയത്, നിന്നെക്കാട്ടും മുന്നിൽ ഞാനാടി എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി പോകുന്ന കൂട്ടുകാരൊക്കെ ഇല്ലേ? ഉണ്ടോ അങ്ങനെ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ പരീക്ഷ എഴുതി തീർന്ന ആ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹോള് വിട്ടിറങ്ങാവൂ. അടുത്തത്, പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കണം. നല്ലൊരു കൂളായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണം. അപ്പോൾ കൂൾ ഓഫ് ടൈം എന്ന് അത് ഉപയോഗിക്കുക. അതിനുവേണ്ടി പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ, ടെൻഷൻ അടിച്ച് ഓടി ചെന്ന് 9:30 പരീക്ഷ എന്ന് പറയുമ്പോൾ 9:25 ആകുമ്പോഴത്തേനെ പോകുവാൻ വേണ്ടി പെട്ടെന്ന് കയറി ഇരിക്കരുത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പൊക്കെ എന്ത് ചെയ്യണം? ഹോളിൽ ചെന്ന് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ, എല്ലാം ഒന്ന് ശാന്തമായിട്ട് എല്ലാം ഒന്ന് എടുത്തു വെച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദ്യകർത്താവ് ഇടുകയുള്ളൂ എന്നൊരു ശുഭാപ്തി വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. അറിയാത്ത ടീച്ചറും എനിക്ക് അറിയാത്തൊന്നും ടീച്ചർ ഇടത്തില്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാമേ ടീച്ചർ ഇടത്തുള്ളൂ, ചോദ്യകർത്താക്കന്മാർ ഇടത്തുള്ളൂ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായോ? പരീക്ഷയ്ക്ക് മുൻപ് പരീക്ഷയെ ആസ്വദിക്കുക, ആത്മവിശ്വാസം ഏറ്റെടുക്കുക, പിന്നെ അധികം ടെൻഷൻ അടിക്കാൻ പോകരുത്. മറ്റ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം കളക്ട് ചെയ്ത് നോക്കണം. നല്ല ആരോഗ്യം വേണം, ആവശ്യത്തിന് ഭക്ഷണവും ഉറക്കവും നമുക്ക് വേണം. നന്നായിട്ട് എഴുതാൻ പ്രസന്റ് ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കണം. സമയത്തെ മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വേണം ആൻസറുകൾ ചെയ്യാൻ. ശ്രദ്ധാപൂർവ്വം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആദ്യമേ വായിച്ചു നോക്കണം. രജിസ്ട്രേഷൻ നമ്പർ, മാർജിന്, അധികം പേപ്പറുകളുടെ എണ്ണം ഇതൊന്നും ഇടാതെ പോകരുത്. രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഇടാതെ എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട്, കിട്ടിയാൽ ഉടൻ തന്നെ. അങ്ങനെയൊക്കെ അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ എഴുതിയെന്നോർത്തോ തെറ്റിപ്പോയെന്ന് ഓർത്തോ ഒന്നും വിഷമിച്ചിരിക്കാതെ അടുത്ത അറിയാവുന്നതിലേക്ക് നിങ്ങൾ പോകണം. അതൊന്നും നിരാശയായി തീരരുത്. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ശാന്തമായിട്ടുള്ളൊരു മനസ്സും ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന എല്ലാ ഉപകരണങ്ങളും നിങ്ങൾ നേരത്തെ തന്നെ എടുക്കുക. അവിടെ ഇരുന്നുകൊണ്ട് പപ്പ ഞാൻ ഈ നോട്ട്ബുക്ക് എടുത്തില്ല, പപ്പ ഞാൻ പേന എടുത്തില്ല, അയ്യോ പപ്പ ഞാൻ ഇന്നത് എടുത്തില്ലെന്ന് വിളിച്ച് പറയരുത്. അങ്ങനെ ആർക്ക് കൊണ്ടുതരാനും പറ്റത്തില്ല. പരീക്ഷ നിങ്ങളാണ് അതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അപ്പോൾ എത്ര ഉപയോഗിച്ചാലും കുറഞ്ഞു പോകാത്ത ഒരു വസ്തുവാണ് ജ്ഞാനം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദൈവത്തിൽ നിന്നാണ്, യഹോവ ഭക്തിയിൽ നിന്നാണ് ജ്ഞാനം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസങ്ങളിൽ പരീക്ഷ നിങ്ങൾ തുടങ്ങുകയാണ്. 28-ാം തീയതി പരീക്ഷ നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്.
അയനയ്ക്ക് എന്ന പരീക്ഷ തുടങ്ങുന്നത്? നാളെ തുടങ്ങുകയാണ്. നാളെ തുടങ്ങുന്ന കുട്ടികളുമൊക്കെ ഉണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ചാട്ടെ. പരീക്ഷ എഴുതാനും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നന്നായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമായി തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതാൻ ടെൻഷൻ കൂടാതെ എഴുതാൻ നല്ല മാർക്ക്. പരീക്ഷ ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കുന്നതിനുള്ള മാർഗമല്ല, പരീക്ഷ ജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ മത്സരങ്ങളില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിത വിജയത്തിൻ്റെ ഉറപ്പാണ് അവിടെ ഉണ്ടാകേണ്ടത്. മത്സര ബുദ്ധികളെ മാറ്റി യഥാർത്ഥമായ ഒരു പഠനത്തോടും യഥാർത്ഥമായ ജ്ഞാനത്തോടും ഒക്കെ പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ പരീക്ഷ ആരംഭിക്കുകയാണ്. കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെയും, പരീക്ഷ എഴുതുന്ന എല്ലാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ടെൻഷനും കൂടാതെ പരീക്ഷയിൽ അവർ സന്തോഷത്തോടെ നന്നായി പഠിച്ച് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യുവാൻ കർത്താവ് പക്ഷേ അവർക്ക് ഏറ്റവും അധികമായി ജ്ഞാനത്തെയും ബുദ്ധിയൊക്കെ കൊടുക്കണമേ. നല്ല മാർക്ക്, ഉന്നതമായ മാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരുടെയും പേരുകളെ പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നല്ല റിസൾട്ട് ദൈവം കൊടുക്കുക. നന്നായി പ്രസന്റ് ചെയ്യുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഏറ്റവും സഹായകരമായി ഇന്നത്തെ ക്ലാസ് അവരുടെ ജീവിതത്തിൽ തീരേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനത്തിലൂടെ ഞങ്ങൾ വായിച്ചതുപോലെ യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അങ്ങയെ ആശ്രയിക്കുന്ന, അങ്ങിൽ ഭക്തിയോടെ ജീവിക്കുന്ന ആ അനുഭവത്തോടെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ മുൻപോട്ട് പോകുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുള്ളവരായി തീരുവാൻ കർത്താവ് പച്ച ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടെല്ലാം കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. തുടർമാനം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന അവർ നേരിടുന്ന പരീക്ഷയെല്ലാം അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഒരുമിച്ച് ഞങ്ങളുടെ നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിടെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.